നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്ന് മഞ്ഞുമല എത്തിയപ്പോഴാണ് ഇവിടുത്തെ കേരള സർക്കാരിൻ്റെ ഓണ സഹകരണ വിപണി തോന്നിക്കൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ HW21 കീഴിൽ വിപണി നടക്കുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ വന്ന് കാണാം. നമുക്കറിയാം 4 വർഷമായിട്ട് മഞ്ഞുമലയാണ് നമ്മൾ ഈ ഓണ വിപണി ആരംഭിക്കുന്നത്. നമുക്ക് മൊത്തം 5 ബാച്ചാണ് ഈ ബാങ്കിൽ 5 ബാച്ചുകളിലേക്ക് കൊണ്ടുപോകാറ്. നമ്മൾ ആ ഫസ്റ്റ് ഓണം തുടങ്ങിയപ്പോൾ ഇന്ന് നമുക്ക് നൽകിയ ആ ഒരു ഭയങ്കരമായ ഒരു സപ്പോർട്ട് പിന്തുണ, അതുകൊണ്ടാണ് ഇത്തവണ ഈ 4ാമത് തവണയും ഇവിടെ തന്നെ പലരും ചോദിച്ചു. ഈ 5 ബാച്ചുള്ളതല്ലേ, ആ ബാങ്കിൻ്റെ വാങ്ങലിലേക്ക് കൊണ്ടുപോകുന്നത് ചോദിച്ചതാണ്. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഓരോ വർഷവുമുള്ള നിങ്ങളുടെ പിന്തുണ കൊണ്ടാണ് ഈ വർഷവും ഇന്നത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വിലക്കുറവ് നമുക്ക് നമ്മുടെ ഈ ഓണം നമുക്ക് വളരെ ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ജോലി ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഉള്ളതുപോലെയുള്ള സഹകരണം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും ഈ വിപണി ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഓണ വിപണിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വാർഡ് മെമ്പർ മോഹനേന്ദ്രൻ ജയനടക്കം ഉള്ള പ്രിയപ്പെട്ടത് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആയിരക്കണക്കായിട്ടുള്ള ഓണച്ചന്തകൾ കേരളത്തിലെ ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് മാത്രമല്ല, ഇപ്പോൾ ഓണക്കാലത്ത് മാത്രമാണ് ഇവിടെ വരുന്നത്. എല്ലാം ഇതിലുള്ള ഓണച്ചന്തകൾ ആരംഭിക്കുക. ഈ ഓണച്ചന്ത ഗവൺമെൻറ് ആരംഭിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുന്നത്. 13 സാധനങ്ങൾ സബ്സിഡിയോടും അല്ലാത്തതായിട്ടുള്ള കുറേ സാധനങ്ങളും അടങ്ങിയ ഒരു കിറ്റാണ് ഈ ഓണത്തിന് നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓണത്തിന് കിട്ടെത്തുമ്പോൾ അത് വാങ്ങാനുള്ള 2 മാസത്തെ പെൻഷനും കൂടി നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും. എത്തിയില്ലേ? അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത. ഓണച്ചന്ത ഇന്നലെ ആരംഭിക്കുന്നു. അത് വാങ്ങാനായിട്ട് ഒരു വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ 3200 രൂപ നമ്മുടെ കയ്യിൽ പെൻഷനായിട്ട് എത്തുക. ഒരാളും ഈ ഓണത്തിന് കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. കേരളത്തിലെ സ്ഥിതി അന്വേഷിച്ചാൽ ദരിദ്രരില്ലാത്ത അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ്. ആരും പട്ടിണി കിടക്കുന്നില്ല. ഒരാളും കേരളത്തിൽ പട്ടിണി കിടക്കുന്നില്ല. കോവിഡ് കാലത്ത് കിടന്നിട്ടില്ല. ഈ ഗവൺമെൻറ് 9 വർഷം പൂർത്തീകരിക്കുമ്പോൾ 9.5 വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ ഒരാൾ പോലും പട്ടിണി കിടക്കാത്ത നിലയിൽ വലിയ ഇടപെടൽ നടത്തുകയാണ്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലൊന്നും പോകുന്നില്ല. തീർച്ചയായും നമ്മുടെ ഒരു ഗവൺമെൻറ് ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് പെൻഷനും ഇതുപോലുള്ള ആനുകൂല്യങ്ങളും നമുക്ക് ലഭ്യമാകുന്നത്. തീർച്ചയായും ഇത് തുടരും. ഇപ്പോൾ ഓണക്കാലത്ത് മാത്രമല്ല, അല്ലാത്ത ഘട്ടങ്ങളിലും ചില കുറവുകളൊക്കെ വന്നിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾ നീതി സ്റ്റോർ വഴിയും നമ്മുടെ സഹകരണ മാർക്കറ്റുകൾ വഴിയും അതുപോലെ തന്നെ മറ്റ് ഏജൻസികൾ മുഖാന്തരം നമുക്ക് ലഭിക്കുന്നുണ്ട്. സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ വന്നിട്ടുണ്ട്. നമുക്കൊരു പ്രത്യേകത ഉണ്ട്. നമുക്കിതൊരു അഭിമാനമാണ്. നമ്മുടെ MLA ആണ് കേരളത്തിലെ ഭക്ഷ്യ സപ്ലൈസ് വകുപ്പ് മന്ത്രി എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ആനുകൂല്യം ഈ കാര്യത്തിനകത്ത് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ലഭിക്കുന്നുണ്ട്. തീർച്ചയായും HW21 മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘമാണ്. 4 വർഷക്കാലം ഇവിടെയാണ് ഇവിടെ ഓണച്ചന്ത നടന്നിട്ടുള്ളത്. ഞാൻ ചോദിച്ചു, HW21 സ്ഥിതി ചെയ്യുന്നത് മംഗളൂരത്ത്, ഓണച്ചന്ത മഞ്ഞമല എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ഞാൻ ചോദിച്ചു. എന്ന് പറഞ്ഞു, എന്ന നിലയാണ് ഇരിക്കുന്നത്. തീർച്ചയായും നമുക്ക് അഭിമാനമാണ്. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ വർഷം
മാസത്തെ HW21 ഓണച്ചന്ത ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വേദിയിലിരിക്കുന്ന എസ് സെക്രട്ടറി മുഖ്യമാറിൻ്റെ ഓവറായ ശ്രീമതി ദീന ഇങ്ങോട്ട് വാങ്ങാൻ പറയാം വിളിക്കേക്ക് വന്നു തൊട്ടടുത്ത തച്ചപ്പള്ളി വാർഡ് മെമ്പറിൻ്റെ വാർഡ് മെമ്പർ ശ്രീ ബാബുകുമാർ, അതുപോലെ തന്നെ SC സെക്രട്ടറി തുടങ്ങി മറ്റ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി മാന്യരായ മറ്റ് ആൾക്കാർ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏറെ സന്തോഷവും അഭിമാനവുമാണ്. കാരണം അഗ്രികൾച്ചർ സംഘത്തിൻ്റെ മഞ്ഞമലയിൽ വന്നിട്ട് 11ാമത്തെ വർഷമാണ്. ഈ 11 വർഷത്തിനിടയിൽ 4 തവണ ഓണച്ചന്ത നടത്തിയത് ഇവിടെയാണ്. വളരെ ലാഭകരമായ രീതിയിലാണ് സർക്കാർ ചെയ്യുന്നത്. അതിനുള്ള അവരൊന്നും അർപ്പിക്കേണ്ടത് നമ്മുടെ ബഹുമാന്യനായ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR തന്നെയാണ്. അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഒട്ടനവധി നേട്ടങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ 1750 രൂപയ്ക്ക് 13 അല്ലേ 13 20 ഐറ്റം സാധനം 1750 രൂപയ്ക്കാണ് നൽകുന്നത്. ഏകദേശം 50% ഡിസ്കൗണ്ടോട് കൂടിയാണ് നൽകുന്നത്. നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഈ ഓണവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകുന്ന വലിയൊരു സഹായമാണ്. അതുവഴി 2 മാസത്തെ പെൻഷൻ കൊടുക്കാനും സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ചെറുതൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുമുണ്ട്. എല്ലാ രീതിയിലും സാധാരണക്കാരനെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടുമില്ല, ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ പാർട്ടിയുടെ നേതാക്കന്മാരായ ശ്രീ ജയകുമാർ തുടങ്ങി മധു മുതൽ ഒട്ടനവധി ആൾക്കാരിവിടെ നിൽക്കൊണ്ട് ഇവിടെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. എല്ലാവിധ ഓണാശംസകളും നേരുന്നു. ഈ വർഷവും എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു ഓണം ആശംസിച്ചുകൊണ്ട് ബഹുമാന്യനായ അധ്യക്ഷൻ, ആദരണീയനായ ഉദ്ഘാടകൻ, വേദിയിൽ സദസ്സിലുള്ള ബഹുമാന്യൻ, അതെ ഏവർക്കും ഈ പ്രദേശവാസികൾക്കുള്ള സന്തോഷിക്കാവുന്ന ഒരു ദിവസമാണ്. കാരണം കഴിഞ്ഞ 4 വർഷക്കാലമായി നമ്മുടെ ആൾക്കാർക്ക് വളരെ വില കുറവിൽ ഗുണമേന്മയുള്ള ഓണത്തിന് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ ലഭ്യമാക്കുന്ന മേള ആണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. തീർച്ചയായിട്ടും നമ്മൾ ഓണക്കാലത്ത് എന്തായാലും നമുക്ക് സാധനങ്ങൾ പുറത്തുനിന്നായാലും അതുപോലെ ഇതുപോലുള്ള വിപണന മേളകളിൽ നിന്നായാലും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യം തന്നെയാണ്. കഴിഞ്ഞ 4 വർഷക്കാലം വളരെ വിജയകരമായിട്ടാണ് ഈ സംരംഭം ഇവിടെ പ്രവർത്തിച്ചു വന്നത്. ഇത്തവണയും ആ സ്ഥലത്ത് ഈ പ്രദേശത്ത് തന്നെ ഇത്തരത്തിലുള്ളൊരു സങ്കേതം നമുക്ക് സാധനങ്ങൾ ലഭ്യമാക്കുന്ന സൗകര്യം ബന്ധപ്പെട്ട ആൾക്കാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അധികമൊന്നും സംസാരിച്ച് സമയം കളയുന്നില്ല. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇവിടെ കൂടി എല്ലാവർക്കും കൃത്യമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങൾ അടുത്ത് നിൽക്കുകയല്ലേ സപ്പോർട്ടാണ് വന്നില്ല ബാങ്ക് ദിവസം ഇതാവരും കൂടെ എടുക്കാൻ നിങ്ങളുടെ കൊണ്ടില്ലേ നിൽക്കട്ടെ ഫോട്ടോ എടുക്കട്ടെ അവിടെ അതെയല്ലോ എടുത്തോ എന്നെ കൂടെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുമോ? എന്താ നയിക്കാം എന്താ അറിയോ?
നന്ദി പറയാൻ സെക്രട്ടറി ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ ആരാധ്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജലീൽ, അതുപോലെ ഇവിടുത്തെ വാർഡ് മെമ്പർമാർ, പാർട്ടിയുടെ നേതാക്കൾ, പിന്നെ സംഘ ഭരണസമിതി അംഗങ്ങൾ, സംഘ ജീവനക്കാർ, ഇത് എല്ലാത്തിനുപരി ഇത് വിജയിപ്പിക്കാനെത്തിയിട്ടുള്ള എല്ലാവിധ സഹകാരികളെയും എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നു. Gracias.